നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴംപൊരി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നല്ല പഴുത്ത വരിക്കച്ചക്ക ചക്കക്കുരു മാറ്റിയതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്തത്, 24 കഷ്ണം. ഓൾ പർപ്പസ് ഫ്ലവർ 1/2 കപ്പ്, കോൺഫ്ലവർ 1/2 കപ്പ്, മുട്ട 1 മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്, എണ്ണ ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്. ഒരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലവർ, കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ, മഞ്ഞൾപ്പൊടി, 1 നുള്ള ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശരിക്കും ഇളക്കിയെടുക്കുക. ഞാൻ ഇവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടിയിട്ട് ശരിക്കും യോജിപ്പിക്കുക. കട്ടകൾ ഒട്ടുമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലെൻഡറിലിട്ടൊന്നടിച്ചാൽ പെട്ടെന്ന് കട്ടകൾ ഇല്ലാതെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഒരു ഫ്രൈങ് പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചക്കപ്പഴം മാവിൽ മുക്കിയ ശേഷം ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യിൽ വറുത്താൽ സ്വാദ് കൂടുതലുണ്ടാവും. ഈ ചക്കപ്പഴം ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ചക്കപ്പഴം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകണം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചക്കപ്പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് പേപ്പർ ടവലിലിട്ട ഒരു പാത്രത്തിലോട്ട് നമുക്ക് കോരിയെടുത്ത് വയ്ക്കാം. ഇതുപോലെ എല്ലാ ചക്കപ്പഴവും ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് share and subscribe. Thank you for watching. Bye bye.